അന്ന് അത് 2002 ഡിസംബറിൽ റിലീസായി. അന്ന് ഏതൊക്കെയാണ് റെക്കോർഡ് റിലീസായ പടം? കല്യാണരാമൻ, നന്ദൻ, യാത്രക്കാരൻ ശ്രദ്ധിക്ക്, നമ്മൾ 4 പടം ഹിറ്റടിച്ചു ഇല്ലേ? പക്ഷെ ഏറ്റവും ലാസ്റ്റ് ഹിറ്റ് അടിച്ചതാണ് നമ്മൾ. ഏറ്റവും ഫസ്റ്റ് ദിവസം ഹിറ്റടിച്ച് ചെയ്ത് കല്യാണരാമൻ, പിന്നെ യാത്രക്കാരൻ ശ്രദ്ധിക്ക്. അത് പിന്നെ പോലെ എല്ലാ വർഷവും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്നവർ ഡയറക്ടർ പടം. അതിനുശേഷം നന്ദനം സ്ലോലി ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തോപോലെ ഫസ്റ്റ് ആഴ്ചയിലൊന്നും കൂവലോട് കൂവൽ ആളില്ല. പക്ഷെ ഏതൊക്കെയോ തിയേറ്ററുകളിൽ ആള് കയറുന്നുണ്ട്, പടം ഇഷ്ടമാണെന്ന് അഭിപ്രായം വരുന്നുണ്ട്. പക്ഷെ അന്ന് പിടിച്ചു നിർത്തിയിരുന്ന സർഗചിത്ര എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ്റെ അല്ലേ റിലീസ്, അന്നൊരു ആഴ്ച അപ്പച്ചൻ എന്താ പറഞ്ഞറിയോ? രാത്രി റോഡ് സൈഡിലുള്ള തിയേറ്റർ ആണെങ്കിൽ ഗേറ്റിൽ ഹൗസ്ഫുൾ ബോർഡ് അവിടെ ഇട്ടേക്കുന്നു. അന്നത്തെ ടെക്നിക്കാണ്. നല്ല പടമെന്ന് അഭിപ്രായം ഉണ്ടായിട്ട് കാര്യങ്ങളുണ്ടോ? അങ്ങനെ ഇട്ട് 2 ആഴ്ചക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. ഇന്ന് വെച്ചാൽ അങ്ങനെ വെയിറ്റ് ചെയ്യൂ ഇല്ല. ബാക്കിൽ ഇനിയിപ്പോ ഏത് ഭാഷയാണെങ്കിലും അവരൊന്ന് ഇതിട്ടൊക്കെ തട്ടിയിട്ട് അടുത്ത പടം കേട്ടു ഇല്ലേ? അപ്പൊ നമ്മുടെ പിള്ളേര്, പുതിയ പിള്ളേര് ഒരു സംഭവം ചെയ്യുമ്പോൾ, പഴയ പിള്ളേര് ചെയ്യുമ്പോൾ നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മോശമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നല്ല. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉളവ് ഉണ്ടാവുമ്പോൾ ഇതങ്ങോട്ട് തിന്നൂടെ നമുക്ക്. എന്തിനീ അന്യനാട്ടിൽ നിന്ന് വരുന്ന സാധനം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം? ഇന്നിപ്പോ നടക്കുന്ന യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടല്ലേ അല്ലേ? എന്ന് വെച്ചാൽ അവിടെ യുദ്ധം ചെയ്യണമെന്നല്ലേട്ടാ ഞാൻ പറഞ്ഞേ. ഓക്കെ, അപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാകുമ്പോ അത് ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം നമ്മുടെ ഇൻഡസ്ട്രി. അതായത് കൊറോണ വന്നിട്ട് ഒരുപാട് നിർമ്മാണം നിർത്തി വെച്ചിട്ടില്ല, സിനിമാ നിർമ്മാണം. അതായത് മലയാളം സംസാരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരാണ്. പക്ഷേ ഞാൻ ഇന്ന് എനിക്ക് പോലും കേട്ടാൽ മനസ്സിലാവാത്ത, പറയാൻ പറ്റാത്ത ഓരോ രാജ്യത്തുള്ള ആൾക്കാർ നമ്മുടെ പടം കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അവിടെയൊക്കെ അവരുടെ ഭാഷയിൽ റിലീസ് ചെയ്യുക. വേറെ എവിടെയും പടങ്ങൾ ഉണ്ടാവുന്നില്ല. ഇന്ത്യയിലാണെങ്കിലും വലിയ കാശുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദുബായ് എത്ര പടം ഇറങ്ങും?